Don't ever just live on your past, cry about your past, and spend your time. Always believe in the present because you never know what is tomorrow going to give you. So, yes, to bring about the best in you and to take you to amazing world of beauty, stay with us in Pennaragu Beauty segment. Hello everyone! Welcome back to yet another episode of Pennaragu. This is me Lakshmi here. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന എഗെയിൻ സ്കിൻ കെയറിനും മേക്കപ്പിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് നമുക്ക് സജഷൻസ് ഒക്കെ വന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നൊരു സജഷനാണ് ഈ വീഡിയോ. പ്രായമുള്ള ആൾക്കാർക്ക്, ദാറ്റ് ഇസ് മെച്യൂർ വിമൻ ആയിട്ടുള്ള ആൾക്കാർക്ക് മേക്കപ്പിന് ശ്രദ്ധിക്കേണ്ട ചില ഇമ്പോർട്ടൻറ്റ് എലിമെൻറ്റ്സ് ആണ്. ഓക്കെ, സോ പ്രായമുള്ള ആൾക്കാർക്ക് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിമെൻറ്റ്? ഫസ്റ്റ്ലി ഏജ് ആകുമ്പോഴേക്കും നമ്മുടെ സ്കിൻ ഡ്രയർ ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഏജ് ആകുമ്പോൾ എന്താണ് നമുക്ക് കാണുക? ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ആൻഡ് ടെക്സ്ചർ വരും നമ്മുടെ സ്കിന്നിന്, അല്ലേ? അതുകൊണ്ട് സാധാരണ ഇടുന്ന പോലെ അത്രയും മേക്കപ്പ് നമുക്ക് മെച്യൂർ സ്കിന്നിൽ ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ടിപ്സ് ഉണ്ട് പ്രായമുള്ള ആൾക്കാർക്ക്. നമുക്ക് പ്രായം എന്ന് പറയുന്ന ഒരു സാധനം മേക്കപ്പ് ഇടുന്നതിൽ എഫക്റ്റീവ് ആയതുകൊണ്ട് കാര്യം പ്രായമുള്ളവർക്കും മേക്കപ്പ് ഇടാം. നമ്മുടെ നാട്ടിൽ പ്രായമുള്ള ആൾക്കാരും ആകുമ്പോൾ പറയൂ എനിക്ക് മേക്കപ്പൊക്കെ ഈ പ്രായത്തിൽ എന്തിനാണെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് വേണം താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മേക്കപ്പ് ഇടാം. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ മേക്കപ്പ് എന്ന് പറഞ്ഞ സാധനം ഇടുന്നത് സ്കിന്നിലാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറിന് പ്രായമാകുമ്പോഴേക്കും വ്യത്യാസം വരും. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ പ്രോപ്പർട്ടീസിന് വ്യത്യാസം വരും. ഇൻഫാക്ട് നമ്മുടെ സ്കിന്നിന് പ്രായത്തിന് കൊളാജൻ ബ്രേക്ക് ചെയ്യും, അല്ലേ? നമുക്ക് സാഗിങ് വരും. അതുപോലെ തന്നെ ഫൈൻ ലൈൻസ് ആൻഡ് ടെക്സ്ചേഴ്സ് കാണാൻ തുടങ്ങും. ഇത് വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഡ്രൈനെസ് ഓരോ വർഷം തോറും കൂടിക്കൊണ്ടിരിക്കും. ഡ്രൈനെസ് കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ സ്കിൻ പ്രിപ്പറേഷൻ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു CTM റുട്ടീൻ, അത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് റുട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വലിയ ഇവൻറ്റുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സ് ഉണ്ട് ഇഫ് യു ഹാവ് മെച്യൂർ സ്കിൻ. ഫസ്റ്റ് കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇത്ര വലിയ ഇവൻ്റ് ഒക്കെ വരുന്നതിന് മുമ്പ് തലേ ദിവസം അറ്റ്ലീസ്റ്റ് രാത്രി പറ്റണ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുക. ഷീറ്റ് മാസ്ക്സ് സ്കിന്നിൽ ഹൈഡ്രേഷൻ കൊണ്ടുവരാൻ വളരെ വളരെ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഞാൻ ഇതിന് മുമ്പ് ഷീറ്റ് മാസ്കിനെ കുറിച്ച് തന്നെ ഒരു വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് കാണാത്ത ആൾക്കാർ അത് ശ്രദ്ധിക്കണം. ഷീറ്റ് മാസ്ക്സ് ഉപയോഗിക്കുക, വളരെ നല്ലതാണ്. സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിങ്ങൾക്ക് വേറൊരു കാര്യം വെച്ചാൽ ബ്ലഡ് സ്റ്റിമുലേഷൻ നമുക്ക് കൂട്ടുക. കാരണം സ്കിന്നിൽ സ്റ്റിമുലേഷൻ കൂടിയ ബ്ലഡ് സർക്കുലേഷൻ ഓട്ടോമാറ്റിക്കലി കൂടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കിന്നിന് ഒരു ഹെൽത്തി ഗ്ലോ കിട്ടാൻ. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ കാലത്ത് നാട്ടിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അതിനാണ് ജെയ്ഡ് റോളേഴ്സ് എന്ന് പറയുന്നത്. ജെയ്ഡ് റോളേഴ്സ് വെച്ചിട്ട് സ്കിന്ന് ലിഫ്റ്റ് ചെയ്ത് നമ്മൾ റോൾ ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കും. ദിസ് ഇസ് എസ്പെഷ്യലി ഗുഡ് ഫോർ പീപ്പിൾ വിത്ത് മെച്യൂർ സ്കിൻ. മെച്യൂർ സ്കിന്നിലെ ആൾക്കാർക്ക് വളരെ നല്ലൊരു ടിപ്പാണ് ഈ ജെയ്ഡ് റോളേഴ്സിൻ്റെ വെച്ച് റെഗുലറായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ഇറ്റ് റിയലി ഹെൽപ്സ് ടു പ്രൊമോട്ട് ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് ഗിവ് യു നാച്ചുറൽ ഫ്ലഷ് കളർ. അത് വളരെ നല്ലതാണ്. ഓക്കെ, അത് കൂടാണ്ട് അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്കിൻ പ്രെപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് മോയ്സ്ചറൈസ് ചെയ്യണം, അല്ലേ? പക്ഷേ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ മുഖം ഒരു എണ്ണമയം കൂടിയ ഒരു സ്കിന്നും നല്ല ഹൈഡ്രേറ്റഡ് സ്കിന്നും തമ്മിലൊരു ഫൈൻ ബാരിയറാണ്. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മെഴുക് പോലെ തേച്ച് എണ്ണ നിറഞ്ഞ പോലത്തെ ഒരു ഫിനിഷിങ്ങും ആവരുത് മേക്കപ്പിന്. അതുപോലെ തന്നെ എന്താണ്, ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള മേക്കപ്പും ആവരുത്, അല്ലേ? അതുകൊണ്ട് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ കീ ആയിട്ടുള്ളൊരു എലമെൻ്റ് ആണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈ ആൻഡ് ഗെറ്റ് സാറ്റിൻ ഫിനിഷ് ഫൗണ്ടേഷൻസ്. സാറ്റിൻ ഫിനിഷ് ഉള്ള ഫൗണ്ടേഷൻസ് ആണെങ്കിൽ ഒരുപാട് ഡ്രൈയിങ്ങും അല്ല, ഒരുപാട് ഓയിലിയും അല്ല. അതുപോലെ തന്നെ സ്കിന്ന് പ്രിപ്പ് ചെയ്യുക, നല്ല നീറ്റായിട്ട് പ്രിപ്പ് ചെയ്യുക. കാരണം പലരും സ്കിൻ പ്രിപ്പ് ചെയ്യാന്ന് കേൾക്കുമ്പോൾ തന്നെ പല മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും അതെ ബ്യൂട്ടീഷ്യൻസും അതെ സ്കിൻ പ്രിപ്പിങ്ങിനെ കുറിച്ച് അവർക്ക് അറിയില്ല. സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യണം. എന്നാൽ മോയ്സ്ചറൈസ് ചെയ്ത് ഹെവി റിച്ച് തിക്ക് ക്രീംസ് യൂസ് ചെയ്യാണ്ടിരിക്കുക, എസ്പെഷ്യലി ഇഫ് യു ലിവ് ഇൻ എ ഹോട്ട് പ്ലേസ്. നിങ്ങൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് ആദ്യം പ്രിപ്പ് ചെയ്യുക, ദെൻ യൂസ് സാറ്റിൻ ഫിനിഷ് ഫൗണ്ടേഷൻ. ഒരുപാട് ഡ്രൈയിങ് മാറ്റ് ഫൗണ്ടേഷൻ ആണെങ്കിൽ റിങ്കിൾസിൽ ക്രീസ് ചെയ്യും. എന്നാൽ ഒരുപാട് ഓയിലി ആണെങ്കിൽ എന്താ പറ്റുക, ഇതെല്ലായിടത്തും ഇന്ന് ഷൈൻ തുടങ്ങും. അപ്പോൾ ഈ റിങ്കിൾസ് ഇനി എടുത്ത് കറിയിക്കാൻ തുടങ്ങും. സോ ഇതിൻ്റെ ഒരു ഫൈൻ ലൈൻ വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും ഡ്രൈ ആവാനും പാടില്ല, അത്ര ഓയിലി ആവാനും പാടില്ല. അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് ടിപ്പ് എന്ന് വെച്ചാൽ ഓവർ യൂസേജ് ഓഫ്
പൗഡർ, ഒരുപാട് കോമ്പാക്ട് പൗഡർ രീതിയിലുള്ള സാധനങ്ങളൊന്നും ഒരുപാട് സ്കിന്നിൽ ഉപയോഗിക്കാണ്ടിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെച്യൂർ സ്കിൻ ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്. കാര്യം നമുക്ക് പൗഡർ എന്താ ചെയ്യുന്നത്, നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് പൗഡേഴ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൗഡേഴ്സിൻ്റെ ഓവർ യൂസേജ് എന്താ പറ്റുക, സ്കിന്നിനെ എക്സ്ട്രീംലി മാറ്റാക്കും, അതുപോലെ തന്നെ സ്കിന്നിനെ ഭയങ്കര ഡ്രൈയിങ് ആക്കും. വിച്ച് നാച്ചുറലി നമ്മുടെ സ്കിന്നിന് കുറച്ച് ഡ്രൈനെസ് ഉള്ളതാണ് മെച്യൂർ സ്കിന്നുള്ള ആൾക്കാർക്ക്. അപ്പം പൗഡറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഉള്ളതും കൂടെ അതും അബ്സോർബ് ചെയ്ത് കളയും. സോ ഡോണ്ട് ഓവർ യൂസ് പൗഡർ. പിന്നെ മെച്യൂർ സ്കിന്നിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കേക്കി പേസ്റ്റി പോലത്തെ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാണ്ട് ലിക്വിഡ് ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുക വളരെ നല്ലതാണ്. പ്രിഫറബിളി ലൈറ്റ് ടു മീഡിയം കവറേജ്, അതിനേലും കൂടുതലുള്ള കവറേജ് യൂസ് ചെയ്യാണ്ടിരിക്കുക. ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക ഇഫ് യു ഹാവ് മെച്യൂർ സ്കിൻ. അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് ടിപ്പ് എന്ന് വെച്ചാൽ കണ്ണെഴുതുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം മെച്യൂർ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ. കാരണം ഒരുപാട് കണ്ണെഴുതി ശീലിക്കാത്ത ആൾക്കാരാണെങ്കിൽ കണ്ണെഴുതി ഒരുപാടൊക്കെ പോകുമ്പോൾ എന്തോ ഒരു ഓവറായ പോലത്തെ ഒരു എഫക്റ്റ് വരും. സോ ട്രൈ ആൻഡ് യൂസ്, ഇഫ് യു ആർ യൂസ്ഡ് ടു ഡൂയിങ് എ ലോട്ട് ഓഫ് കാജൽ, ഭയങ്കരമായിട്ട് കാജലൊക്കെ വരച്ച് പോകുന്ന ആൾക്കാരാണെങ്കിൽ യെസ്, പക്ഷേ അല്ലെങ്കിൽ ജസ്റ്റ് അപ്ലൈ മസ്കാര, ലെറ്റ് ഇറ്റ് ലുക്ക് എലിഗൻറ്റ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാജൽ വരച്ച എല്ലാവരും കണ്ട് ശീലമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരുപാട് വരയ്ക്കുമ്പം എന്തോ ഒരു ഓവറായ ഒരു എഫക്റ്റ് വരും. എസ്പെഷ്യലി പ്രായമാകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ലിഡ് സ്പേസ് ഒക്കെ കുറയും, നമ്മുടെ സ്കിൻ ഓട്ടോമാറ്റിക്കലി സാഗ് ചെയ്യുന്നുണ്ട്, ഹുഡഡ് ഐസ് ആവും നമുക്ക് ജനറലി. പ്രായം ഏജിൻ്റെ ആണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കാജലും കൂടെ വെച്ചാൽ ഇനിയും കണ്ണ് ചെറുതായ പോലെ തോന്നും, പലർക്കും ഓവറായ ഒരു എഫക്റ്റ് വരും. നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ കണ്ണ് തുറക്കുക ചെയ്യേണ്ടത് അല്ലേ. വി ഹാവ് ടു ലെറ്റ് ആൾക്കാർ കാണുമ്പോൾ നമ്മുടെ കണ്ണ് ഓപ്പൺ ആൻഡ് ഭയങ്കര തുറന്ന രീതിയിൽ കാണണം. അങ്ങനെ തുറക്കണമെങ്കിൽ യൂസ് മസ്കാര. സോ കേൾ ചെയ്ത് മസ്കാര ഇട്ടതിന് ദാറ്റ് വിൽ ഡു ദ ജോബ് ഫോർ യു. കണ്ണ് വരച്ച് കഴിഞ്ഞാൽ ബോർഡർ ലൈൻസ് കണ്ണിൽ വരുമ്പോൾ കണ്ണ് എപ്പോഴും എന്താ പറ്റുക, ക്ലോഷർ വരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്മജ് ചെയ്യണം. പക്ഷേ പ്രായമുള്ള ആൾക്കാർ ഒരു സ്മജ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓടായിട്ട് തോന്നും. അതുകൊണ്ട് എലിഗൻസ് വേണമെങ്കിൽ യൂസ് മസ്കാര. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് ടിപ്പ് എന്ന് വെച്ചാൽ കണ്ണിൻ്റെ അടിയിലൊക്കെ കുറേ കൺസീലർ അത് ഇത് നമ്മൾ യൂട്യൂബും ഇൻസ്റ്റഗ്രാം വീഡിയോസ് കാണുന്ന പോലെ ഡോണ്ട് ഓവർ യൂസ് കൺസീലേഴ്സ് അണ്ടർ യുവർ ഐസ്. എസ്പെഷ്യലി റിങ്കിൾസ് ഉണ്ടാവും നമുക്ക് പലർക്കും, ഒരുപാട് മെച്യൂർ സ്കിന്നുള്ള ആൾക്കാർക്ക് ഇവിടെയൊക്കെ റിങ്കിൾസ് കൂടുതലാണ്. നമുക്ക് ക്രോസ് ഫീറ്റ് റിങ്കിൾസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡോണ്ട് ടേക്ക് യുവർ കൺസീലർ ഇവിടം വരെയൊക്കെ, that will all crease there. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് മെച്യൂർ സ്കിന്നിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേക്കപ്പ് ടിപ്സ്. ഇനിയും ഉണ്ട് ഒരുപാട്, പക്ഷേ ഐ വിൽ ഗിവ് യു സോ മച്ച് ടിപ്സ്. ഐ വിൽ അഗൈൻ കം ബാക്ക് ടു യു ഇഫ് പോസിബിൾ. ഫ്യൂച്ചറിൽ ഡെമോ ആയിട്ട് ഞാൻ വരാൻ ആയിട്ട് നമുക്ക് ടിപ്സ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. സോ ഐ വിൽ സീ വെദർ ഐ ക്യാൻ ഡു എ ഡെമോ ഫോർ യു ആസ് വെൽ. പിന്നെ ലിപ്സ്റ്റിക്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ന്യൂഡ് ലിപ്സ്റ്റിക്സ് വേണോ, ബ്രൈറ്റ് ലിപ്സ്റ്റിക്സ് വേണോ, റെഡ് വേണോ, നിങ്ങൾക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഏത് ലിപ്സ്റ്റിക്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. Okay, so again try these tips and send us pictures or connect with us and let us know. നിങ്ങൾക്ക് video suggestions ഉണ്ടെങ്കിൽ നമ്മൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. So until next time, this is me Lakshmi signing off from Pennadagal. I'll see you next week. Yeah, take care, bye bye.